ഋഷിക് മനോജ്, അതായത് ഒരു ആരോപണം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി രംഗത്തെത്തുകയാണ്. അപ്പോൾ സ്വാഭാവിക വികസനം എന്ന രാഷ്ട്രീയ വസ്തുത രംഗത്തെത്തുകയാണ്. കാരണം റോഡുകൾ, പാലങ്ങൾ, ആരോഗ്യ മേഖലയിൽ ആഗോളതലത്തിൽ പോലും ക്രെഡിറ്റ് കിട്ടുന്ന ശരിയായിരിക്കും. ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഒരു തുടർച്ച എന്ന നിലയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളോ വീഴ്ചകളൊക്കെ ഉണ്ടാകും, അതിനെതിരെ നടപടി സ്വീകരിക്കാം. പക്ഷേ മൊത്തത്തിൽ നാം നോക്കണം, ശിശുമരണ നിരക്കിൻ്റെ കുറവടക്കം അമേരിക്കയുമായാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ മേഖലയുടേത്. പിന്നീട് വിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത, കാരണം ഒരു സർക്കാർ സ്കൂൾ എന്ന പഴയ ധാരണ വെച്ച് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതോ പോസ്റ്റ് മോഡേൺ സ്കൂളാണെന്ന് തോന്നിപ്പോവും. ആ രീതിയിലേക്കാണ് ഓരോ ക്ലാസ് മുറികളെ ഒക്കെ കാണേണ്ടത്. കുട്ടികളൊക്കെ കമ്പ്യൂട്ടറുമായിരിക്കുന്നു സംവദിക്കുന്നത്. ഇങ്ങനെ ഏത് സമസ്ത മേഖലയും ഈ 10 വർഷം അടയാളപ്പെടുത്താം. കേരളത്തിൻ്റെ ഏറ്റവും ഒരുപക്ഷെ ഭൂപരിഷ്കരണത്തിന് ശേഷം, അതായത് 57 സർക്കാരിന് ശേഷം, EMS സർക്കാരിന് ശേഷം ഏറ്റവും ഗംഭീരമായി കേരളത്തിൻ്റെ അടിസ്ഥാനത്തെ മാറ്റിയ ഒരു വലിയ വികസനത്തിൻ്റെ പന്ഥാവ് ഈ 2 ടേമിൽ തീർത്തു എന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പൊതുവിൽ അംഗീകരിക്കപ്പെടുന്നതാണ്. ഇങ്ങനെയുള്ള വസ്തുതകൾ പറയുമ്പോൾ കേവലം വിവാദങ്ങൾ ഉണ്ടാക്കുക, ഏതെങ്കിലും തരത്തിൽ വൈകാരികമായ മേളം ഉണ്ടാക്കി കടന്നു പോവുക, ഇതാണ് പ്രഖ്യാപനങ്ങളായി കോൺഗ്രസ് ചെയ്യുന്നത്. ഈ പ്രതിപക്ഷ കാലങ്ങളിലൊക്കെയും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മേഖലയിലും ഇതാണ് ഏറ്റവും, ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ്, ഒരു പൊതു ചോദ്യം എന്ന നിലയിലാണ് ഞാൻ താങ്കളോട്. ഇത് കൃത്യമായ ഒരു അജണ്ടയാണ്. ഇത് കനകോലു അജണ്ടയാണ്. കനകോലു ആരാണെന്ന് നമുക്കറിയാം. ഈ ഇലക്ഷൻ പ്രചാരണത്തെ നിയന്ത്രിക്കുന്ന കനകോലുവിൻ്റെ ഒരു സെല്ലാണ്. ഇവരുടെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് യുക്തി ചർച്ച ചെയ്യാൻ പാടില്ല. യുക്തി ചർച്ച ചെയ്താൽ അവിടെ വികസനം ചർച്ച ചെയ്യേണ്ടി വരും. അപ്പം കനുകൂലം കൊടുത്തിരിക്കുന്ന ഉപദേശം VD സതീശൻ ഉൾപ്പെടെ ഞാൻ മനസ്സിലാക്കിയത്, യുക്തിയെ പറ്റി ഒരു ചർച്ചയും പാടില്ല. യുക്തി ചർച്ച ചെയ്താൽ വികസനം ചർച്ച ചെയ്യും കേരളത്തിൻ്റെ. അപ്പം അത് പിണറായി സർക്കാരിന് അനുകൂലമാകും. അതുകൊണ്ട് ഭക്തി വിശ്വാസത്തെ ഏറ്റെടുക്കുക, വർഗീയതയെ നമ്മൾ ഏറ്റെടുക്കുക, നുണ പറയുക. ഗീബൽസ് ആരായിരുന്നു? ഹിറ്റ്ലർ, നാസി ഹിറ്റ്ലറുടെ വാർത്താ പ്രചരണ മന്ത്രിയായിരുന്നു ഗീബൽസിൻ്റെ തിയറി എന്താണ്? ഒരു നുണ 100 തവണ പറഞ്ഞാൽ അത് സത്യമായിട്ട് ജനങ്ങൾ വിശ്വസിക്കും. ഇതാണ് കനകോലുവിൻ്റെ സിദ്ധാന്തവും. സതീശൻ നുണ പറയുന്നു, സതീശൻ നുണേശൻ അറിയാമല്ലോ. എത്ര ലക്ഷങ്ങളാണത് ഫോളോ ചെയ്യുന്നത്. ആദ്യം സതീശൻ്റെ നുണകൾ, പിന്നെ നുണേശൻ്റെ നുണകൾ, പിന്നെ ആ പേജ് പിന്നെയും എല്ലാം ബ്ലോക്ക് ചെയ്യിച്ചാൽ കനകലൂട്ടി ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കാമ്പയിൻ. അതായത് നുണ പറയുക, യുക്തി പറയരുത്. യുക്തി പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യും. അത് എത്രയും ഒരു വേദിയിലും അത് ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പാടില്ല, അത് ഒഴിവാക്കണം. പകരം ഭക്തി, ശബരിമല, വർഗീയത അത് കത്തിച്ചാൽ മാത്രമേ UDFന് ജയിച്ചു വരാൻ പറ്റുള്ളൂ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇപ്പം പലതവണ നമ്മൾ LDF കേരളത്തിൽ മുന്നണി ജയിച്ചു വരുന്നു, CPIM നേതൃത്വത്തിൽ. പക്ഷേ ഇപ്പോഴും കേരള സമൂഹം ഇത്തരം ഈ മതവിശ്വാസ ഇത്തരം കാര്യങ്ങളുടെ വിവാദങ്ങളിൽ പെടുന്ന ഒരു സമൂഹമാണ് കേരളം. നമ്മളൊരു ഇടതുപക്ഷ സമൂഹമാണ് കേരളം എന്നൊന്നും വിശ്വസിക്കാൻ പാടില്ല. ഇത് ഇപ്പോഴും കേരളം ഒരു വലതുപക്ഷ സമൂഹമാണ്. ആ വലതുപക്ഷ സമൂഹത്തിൽ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം, പ്രത്യേകിച്ച് അതിൻ്റെ നേതൃത്വം നൽകുന്ന CPIM. അപ്പം ഈ സമൂഹം ഒരു വലതുപക്ഷ സമൂഹമാണ് കേരളം. അതിനെ പ്രതിരോധിച്ചിട്ടാണ് എപ്പോഴും ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അതാണിപ്പോൾ LDF സർക്കാർ, പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്ക് യുക്തി വേണ്ട. യുക്തി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷം നേടിയ വികസന പ്രവർത്തനങ്ങൾ, റോഡ്, പാലം, സ്കൂൾ, അത് മാത്രമല്ല വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആരോഗ്യരംഗം, പിന്നെ വിനോദ ഉപാധികൾ, അങ്ങനെ ഒത്തിരി ക്ഷേമ പ്രവർത്തനങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പം ഇതൊന്നും ചർച്ചയാവാൻ പാടില്ല. ഇത് ചർച്ചയാവരുതെന്നുള്ള ഒരു